വിശുദ്ധ ഹജ്ജിന്റെ പരമപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിനായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് ഹാജിമാർ ഇന്ന് അറഫ മൈതാനിയിൽ സംഗമിക്കും. ആത്മസമർപ്പണത്തിന്റെയും പാപമോചന പ്രാർത്ഥനകളുടെയും ദിനത്തിൽ അറഫയിൽ ഇന്നുച്ചയോടെ 18 ലക്ഷത്തിലധികം ഹാജിമാർ ഒരുമിക്കുമെന്നാണ് പ്രതീക്ഷ. കഴിഞ്ഞ ദിവസം മിനായിൽ തർവിയ ദിന ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഹാജിമാർ അറഫയിലേക്ക് പുറപ്പെട്ടത്. വിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളുടെ ഔദ്യോഗിക തുടക്കമായ തർവിയ ദിനത്തിൽ തമ്പുകളുടെ നഗരമായ മിനായിൽ പ്രാർത്ഥനയിലും ധ്യാനത്തിലുമായിരുന്ന ഹാജിമാർ ഇന്ന് പുലർച്ചെയോടെയാണ് അറഫ ലക്ഷ്യമാക്കി നീങ്ങിയത്. ഹജ്ജിന്റെ ഹൃദയഭാഗമായ അറഫ സംഗമമാണ് ഇന്ന് നടക്കുന്നത്. ജബൽ റഹ്മയ്ക്ക് സമീപമുള്ള വിശാലമായ അറഫ മൈതാനിയിൽ എത്തിച്ചേരുന്ന ഹാജിമാർ ഉച്ച മുതൽ സൂര്യാസ്തമയം വരെ പ്രാർത്ഥനകളിൽ മുഴുകും. അൽ ഹജ്ജ് അറഫ എന്ന പ്രവാചക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹജ്ജിന്റെ ഏറ്റവും നിർണായക ഘടകമായാണ് അറഫ സംഗമത്തെ കണക്കാക്കുന്നത്. ഹാജിമാരുടെ സുരക്ഷയും യാത്രാ സൗകര്യങ്ങളും ഉറപ്പാക്കുവാൻ വിപുലമായ സംവിധാനങ്ങളാണ് സൗദി അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരും ആരോഗ്യ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും വിവിധ മേഖലകളിലായി സേവനമനുഷ്ഠിക്കുന്നു. അറഫ അതിർത്തിയിലെ നമ്ര പള്ളിയിൽ ഇന്നുച്ചയോടെ വാർഷിക ഹജ്ജ് പ്രഭാഷണം നടക്കും. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തെ അനുസ്മരിപ്പിക്കുന്ന പ്രഭാഷണത്തിന് നേതൃത്വം നൽകുന്നത് ഷെയ്ഖ് അലി ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഹുദൈഫിയാണ്. സൂര്യാസ്തമയത്തിന് ശേഷം ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങും. മുസ്തലിഫയിൽ രാപ്പാർത്ത ശേഷം നാളെ പ്രഭാതം മുതൽ ജംറയിൽ കല്ലേറ് കർമ്മം ആരംഭിക്കുന്നതാണ് ഹജ്ജിന്റെ അടുത്ത പ്രധാന ചടങ്ങ്. ജാഫർ അലി പാലക്കോട്ട്, മാതൃഭൂമി ന്യൂസ്, മക്ക.